അപ്പോൾ സാധാരണ നമ്മൾ ചിന്തിക്കാറുണ്ട് ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഒരുപാട് നേരം അങ്ങ് സംസാരിച്ച് കഴിഞ്ഞാൽ GD ക്വാളിഫൈ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒച്ച വെച്ച് സംസാരിച്ചാൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റുമോ, ഇംഗ്ലീഷ് ലാംഗ്വേജ് അങ്ങ് ഉപയോഗിച്ചാൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും അതൊന്നും ഉപയോഗിച്ചാൽ GD ക്വാളിഫൈ ചെയ്യാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് GDയിൽ ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുന്ന ചില ടിപ്പുകളാണ് ഇനി അടുത്തത് പറയാൻ പോകുന്നത്. ഒരു ജനറൽ ഗ്രൂപ്പ് ഡിസ്കഷനിൽ നിങ്ങൾ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. നിങ്ങളൊരു 12 പേര് ആ ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഉണ്ടെന്ന് കരുതുക. ഇതിൽ ജഡ്ജ് ടോപ്പിക്ക് തരുന്നു. അവരെ ഒരു അലാം ബെല്ല് വെച്ചിട്ട് സ്റ്റാർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൽ പോയിന്റ് കിട്ടാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളാണ് ഞാനിനി പറയാൻ പോകുന്നത്. ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ നിങ്ങൾക്കൊരു ടോപ്പിക്ക് കിട്ടിയിട്ട് ആ ടോപ്പിക്കിനെ പറ്റി ആദ്യം സംസാരിച്ച് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു വെയിറ്റേജ്, ഒരു പോയിന്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു കമ്പോണൻറ്റ് പറയുന്ന പേരാണ് പ്രോ ആക്റ്റീവ്നെസ് അഥവാ ഇനിഷ്യേറ്റീവ് എന്ന് പറയും. അതായത് ഗ്രൂപ്പ് ഡിസ്കഷനിൽ ആദ്യം സംസാരിച്ച് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരു പോയിന്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ആൾക്കാർ ചോദിക്കാറുണ്ട്, സാർ സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് നേരം അങ്ങ് സംസാരിച്ചാൽ നമുക്കൊരു ബലം കിട്ടില്ലേ? തീർച്ചയായിട്ടും ഒരുപാട് നേരം സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ആ ജഡ്ജ് തെറ്റായ രീതിയിൽ കാണാനുള്ള സാധ്യതയുണ്ട്. കാരണം നിങ്ങൾ ഡോമിനേറ്റ് ചെയ്യുകയാണ്, ബാക്കിയുള്ളവരുടെ സമയം അപഹരിക്കുകയാണെന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് നിങ്ങൾക്കൊരു സമയം, നിങ്ങൾക്കൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു 15 മിനിറ്റ് ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ അറ്റ് എ ടൈം 1 മിനിറ്റ് മാത്രം മാക്സിമം സംസാരിച്ചതിന് ശേഷം മറ്റുള്ളവർക്ക് അവസരം കൊടുക്കുക. ഇത് കറങ്ങി നിങ്ങൾക്ക് പിന്നെയും സംസാരിക്കാനുള്ള അവസരം കിട്ടും. അപ്പോൾ ഇതിൽ ആദ്യം സംസാരിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനൊരു വെയിറ്റേജ് ഉണ്ട്. അതിനെയാണ് നമ്മൾ പ്രോ ആക്റ്റീവ്നെസ് അഥവാ ഇനിഷ്യേറ്റീവ് എന്ന് വിളിക്കുന്നത്. 2, നിങ്ങളുടെ സംസാരം കഴിഞ്ഞ് ബാക്കിയുള്ളവർ സംസാരിക്കുമ്പോൾ അവർക്ക് നിങ്ങൾ വേണ്ട രീതിയിലുള്ള ഒരു അക്സെപ്റ്റൻസ്, അപ്രീസിയേഷൻ, പാർട്ടിസിപ്പേഷൻ കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഘടകം. അതിനെ നമ്മൾ ലിസണിങ് എന്ന് വിളിക്കും. ലിസണിങ് ആൻഡ് പാർട്ടിസിപ്പേഷനാണ് രണ്ടാമത്തെ പോയിന്റ്. അതായത് ഒരാളൊരു നല്ല പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ഐ കോൺടാക്റ്റ് കൊടുത്ത് അവരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു ഹെഡ് മൂവ്മെൻറ്റ് വെർട്ടിക്കലായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇത് അസസർ ശ്രദ്ധിക്കുന്നു, ജഡ്ജ് ശ്രദ്ധിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആ ഒരു പ്രക്രിയയിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു ഫീലിംഗ് അസസറിന് കൊടുക്കുകയും നിങ്ങൾക്ക് ഒരു പോയിന്റ് കിട്ടാനുള്ള സാധ്യതയുമുണ്ട്. അപ്പം ഇനിഷ്യേറ്റീവിനോടൊപ്പം പാർട്ടിസിപ്പേഷനാണ് രണ്ടാമത്തെ കമ്പോണൻറ്റ്. മൂന്നാമത്തേത്, നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നല്ല, നിങ്ങൾക്ക് പല അവസരങ്ങൾ കിട്ടിയേക്കാം. ആ പല അവസരങ്ങളും ചെറിയ സമയങ്ങളായി ഉപയോഗിക്കുക. അതായത് 50 സെക്കൻഡ് മുതൽ 60 സെക്കൻഡ് വരെ അറ്റ് എ ടൈം സംസാരിച്ചതിന് ശേഷം ബാക്കിയുള്ളവർക്ക് കൊടുക്കുക. പക്ഷെ പറയുന്ന കാര്യത്തിന് നിങ്ങൾ ആ കണ്ടൻറ്റിനൊരു ഊർജ്ജം വേണം. അത് റിയലിസ്റ്റിക് ആയിട്ടുള്ള കണ്ടൻറ് ആയിരിക്കണം. പറ്റുവാണെങ്കിൽ എക്സാമ്പിൾസും കൂടെ ചേർത്ത് വേണം പറയേണ്ടത്. അപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്കിതിനകത്ത് നോക്കുമ്പോൾ അധികം സംസാരിക്കാത്ത, പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് അവസരം കൊടുത്ത് ഒന്ന് എൻകറേജ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പോയിൻ്റാണ്. അതായത് ഒരു സൈലൻറ്റ് മെമ്പേഴ്സ് ഇരിക്കുമ്പോഴത്തേക്ക് അവരുടെ വ്യൂസും കൂടെ കേട്ടാൽ കൊള്ളാം എന്ന് നിങ്ങൾ പ്രത്യേകിച്ച് ഒരു വ്യക്തിയെ എടുത്ത് പറയാതെ പറയുമ്പോൾ അവരെ എൻകറേജ് ചെയ്യുന്നു നിങ്ങൾ. അങ്ങനെ ബാക്കിയുള്ളവരെ എൻകറേജ് ചെയ്യുന്നതിനും നിങ്ങൾക്കൊരു പോയിന്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതാണ് മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത്. ഇനി നാലാമത്തേത്, ചിലപ്പോൾ ചില ആൾക്കാരെ നമുക്ക് കാണാം ഗ്രൂപ്പ് ഡിസ്കഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ സംസാരിച്ച് ബാക്കിയുള്ളവർക്കെല്ലാം ഒരു വറിയാണ്, ഞങ്ങൾക്ക് അവസരം കിട്ടുമെന്ന്. ഇങ്ങനെ ഡോമിനേറ്റ് ചെയ്ത് സംസാരിക്കുന്ന ആൾക്കാരെ ബ്രേക്ക് ചെയ്താൽ നിങ്ങൾക്കൊരു പോയിന്റ് കിട്ടും. പക്ഷേ ബ്രേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അഗ്രസീവായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുക, ജസ്റ്റേഴ്സ് ഉപയോഗിക്കുക, എണീറ്റ് നിന്ന് സംസാരിക്കുക, അതൊന്നും പാടില്ല. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അവരെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്തിട്ട് ചില സമയങ്ങളിൽ അവരൊരു സെക്കൻഡ് ഒന്ന് സ്വോളോ ചെയ്യാനോ എന്തെങ്കിലും വേണ്ടി ഒന്ന് നിർത്തും. ആ സമയം നമ്മൾ പൊളൈറ്റായിട്ട് ഇൻ്റർവ്യൂ ചെയ്ത് നമുക്ക് പറയാം, അദ്ദേഹം പറയുന്ന പോയിൻറ്റ്സ് വാലിഡ് ആണ്, പക്ഷേ എനിക്ക് മറ്റ് ചില പോയിൻറ്റ്സ് ഉണ്ട്. ഐ എഗ്രി വിത്ത് ചെസ് നമ്പർ 6, അല്ലെങ്കിൽ ഐ എഗ്രി വിത്ത് ദാറ്റ് പാർട്ടിസിപ്പൻറ്റ് ബട്ട് ഐ ഹാവ് സം അതർ പോയിൻറ്റ്സ്, അല്ലെങ്കിൽ ഐ റെസ്പെക്ട് ദാറ്റ് പോയിൻറ്റ്സ്. അത് ചിലപ്പോൾ ഐ എഗ്രി എന്ന് ചിലപ്പോൾ പറയാൻ പറ്റില്ല. നമുക്ക് അഡീഷണൽ പോയിന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എഗ്രി എന്ന് പറയാൻ പറ്റുള്ളൂ. ചിലപ്പോൾ അദ്ദേഹത്തിനോട് യോജിക്കാത്ത പോയിന്റ് ആണെങ്കിൽ പോലും നമുക്ക് പറയാം ഐ റെസ്പെക്ട് ദാറ്റ് പോയിന്റ് ബട്ട് ഐ ഹാവ് സം അതർ വ്യൂസ്. അപ്പം അല്ലാതെ ഐ ഡിസഗ്രി വിത്ത് ദാറ്റ് പോയിന്റ് എന്ന് നമുക്ക് പറയാൻ പാടില്ല. അല്ലെങ്കിൽ അയാൾ എൻ്റെ നമ്മുടെ സമയമെല്ലാം അയാൾ കൊല്ലുകയാണ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പാടില്ല. ഒരിക്കലും മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കാതെ പൊളൈറ്റായിട്ട് ഒന്നുകിൽ ഐ എഗ്രി വിത്ത് ദാറ്റ് പോയിന്റ് ബട്ട് ഐ ഹാവ് സം അതർ പോയിന്റ്സ് ടു ആഡ് എന്ന് പറയാം, ഇല്ലെങ്കിൽ ഐ റെസ്പെക്ട് ദാറ്റ് പോയിന്റ്സ് ബട്ട് ഐ ഹാവ് ആൻ എൻറ്റയർ ഡിഫറെൻറ്റ് വ്യൂ എന്നും പറയാം. അപ്പോൾ 2 രീതിയിൽ നമ്മൾ പറയുന്നത് വളരെ ബഹുമാനത്തോടു കൂടി ഇൻ്റർവ്യൂ ചെയ്ത് ആ ഡോമിനൻ്റ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ആളെ നമ്മൾ ബ്രേക്ക് ചെയ്യാണ്. അങ്ങനെ ഡോമിനൻ്റ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളെ നമ്മൾ ബ്രേക്ക് ചെയ്താലും നമുക്കൊരു പോയിന്റ് കിട്ടും. അപ്പോൾ ഇനിഷ്യേറ്റീവിന് പോയിന്റ് ഉണ്ട്, എൻകറേജ് ചെയ്ത പോയിന്റ് ഉണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്ത പോയിന്റ് ഉണ്ട്, ഡോമിനൻ്റ് മെമ്പറെ ബ്രേക്ക് ചെയ്താലും പോയിന്റ് ഉണ്ട്.